ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ടിസോയുടെ ജെന്റിൽമാൻ സീരീസിൽ പെട്ട ഒരു ഓപ്പൺ ഹാർട്ട് ഓട്ടോമാറ്റിക് വാച്ചാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ ടിസോയുടെ ആ വാച്ച്. ടിസോ ആസ് യൂഷ്വൽ ഇപ്പോൾ ഒരു ചെറിയ ബോക്സിലാണ് എല്ലാ വാച്ചുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഒരു വലിയ വുഡൻ ബോക്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ അതിൻ്റെ എക്കണോമിക്കലാക്കലിനോ അല്ലെങ്കിൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ചെറിയ ബോക്സിൽ വരുന്നത്. അപ്പോൾ ഈ വാച്ചിനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഈ ജെന്റിൽമാൻ കളക്ഷനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് എവരിഡേ വാച്ചാണ്. അതിൻ്റെ ഒരു സ്റ്റൈല്, ഒരു ക്ലാസിക് എലഗൻറ്റ് ലുക്കുള്ള ഈ വാച്ച് നമ്മളുടെ ഫോർമൽ കാഷ്വൽ ഡ്രസ്സിന് ഏതിനും മാച്ചായി പോകുന്നതാണ്. ഇതിൽ ഒരു 25 മോഡലാണ് ഇവർ റിലീസ് ചെയ്തിട്ടുള്ളത്, കോട്ട്സും ഓട്ടോമാറ്റിക്കുമായിട്ട്. അതിൽ ചില വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, കോട്ട്സ് മൂവ്മെൻ്റ് ഉള്ളതിൽ ഒരു ടൈറ്റാനിയം കേസോട് കൂടിയിട്ട് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ നോർമൽ ഓട്ടോമാറ്റിക്കും അതിൽ ഓപ്പൺ ഹാർട്ട് സ്റ്റൈലും വരുന്നുണ്ട്. അതുകൂടാതെ ഇതിലെ ഒരു മോഡലിൽ സിലീഷ്യം എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ അലോയ് കൊണ്ടുണ്ടാക്കിയ ഹെയർ സ്പ്രിങ്ങോട് കൂടിയും വരുന്നുണ്ട്. ഇതുകൂടാതെ ഇതിന് ലെതർ ആൻഡ് സ്റ്റീൽ ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്. നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിലത്തെ ഓപ്പൺ ഹാർട്ട് മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് നമ്മളിതിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയതല്ല കേട്ടോ. ഇത് ഓൾറെഡി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. ഇതിൻ്റെ ബ്രേസ്ലെറ്റൊക്കെ ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇതാണ് അതിൻ്റെ ആ ഓപ്പൺ ഹാർട്ട് സ്റ്റൈൽ. ബോക്സിൽ വരുന്ന വേറെ സംഭവങ്ങൾ എന്താണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. ഇത് ക്രോണോഗ്രാഫിനും നോർമൽ വാച്ചുകൾക്കും കൂടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിലൊരു ഇങ്ങനൊരു ടാഗ് വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ടാഗ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഓൺലൈനിൽ ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ വാച്ച് വാങ്ങാൻ പോകുന്നത് ചിലപ്പോൾ അവരത് തരാൻ മറന്നു പോകും, അല്ലെങ്കിൽ അത് അവർ എടുത്തു വയ്ക്കും. നിങ്ങൾ ചോദിച്ചു വാങ്ങി ഇത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. അതായത് ഇതിൻ്റെ പിന്നിൽ ഇതേ കണ്ടോ, ഇവിടെ സ്കാൻ ചെയ്യാൻ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ വാച്ച് രജിസ്റ്റർ ചെയ്യണം. അപ്പോഴാണ് നിങ്ങൾക്ക് 2 years ഇൻ്റർനാഷണൽ വാറണ്ടി കിട്ടുക കേട്ടോ. അപ്പോൾ ഈ ബോക്സിൽ പ്രത്യേകിച്ച് വേറെ ഇനിയൊന്നുമില്ല. ഇതിൻ്റെ എക്സ്ട്രാ വന്ന ഇങ്ങനെ വരുന്ന സംഭവം ഒന്നും എടുത്ത് കളയരുത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതിൻ്റെ നീട്ടം കൂട്ടാൻ തോന്നിയാൽ, ഇതിനൊക്കെ ഭയങ്കര വിലയാണ് ഒരു ചെറിയ പീസിന് പോലും. അപ്പോൾ നമുക്കിനി വാച്ചിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ഈ വാച്ചിന് ക്വിക്ക് ചേഞ്ച് ബ്രേസ്ലെറ്റാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലെതർ സ്ട്രാപ്പ് അവൈലബിൾ ആണ്. ഇവിടെ ഇത് രണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഊരിയെടുക്കാം നമുക്ക്. ഇതൊന്ന് നമുക്ക് കയ്യിൽ കെട്ടി നോക്കാം. സൂപ്പർ ലുക്കാണ്, നല്ല പ്രസൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഇത് ഫോർമൽ ആൻഡ് കാഷ്വൽ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടാലും ഇതിന് നല്ല അട്രാക്റ്റീവ് ഡിസൈനാണ്. പവർമാറ്റിക് എന്നുള്ള മോഡൽ നമ്പറാണ്, ആ മൂവ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് താഴെയുള്ളത്. മുകളിൽ ടിസോട്ട്, പിന്നെ 1853 എന്ന് പറഞ്ഞാൽ അവർ സ്റ്റാർട്ട് ചെയ്ത ഇയർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടി ക്ലാസിക് എന്ന് പറഞ്ഞ സ്റ്റൈലിലുള്ള ഈ വാച്ച് 80 hours പവർ റിസർവ് ആണുള്ളത്. ഇതിന് 21,000 വൈബ്രേഷൻ പെർ അവേഴ്സാണ് ഉള്ളത്. ഇതിൽ 40 mm ആണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്ന. ഈ സ്റ്റീല് 316L എന്ന് പറഞ്ഞ ഗ്രേഡ് ഉള്ള ഈ തുരുമ്പൊടിക്കാത്ത സ്റ്റീലാണ്. ഇതിന് ക്യുക്ക് സെറ്റ് സ്ട്രാപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനൊരു ചെറിയ ഒരു ഡോം ഷേപ്പിലുള്ള സഫയർ ക്രിസ്റ്റലാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഉണ്ട് ഇതിൽ ബാക്കിലും സഫയർ ക്രിസ്റ്റൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സീ ത്രൂ കേസ് ബാക്കിയൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ പറ്റും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ സീരീസിൽ 3 ടൈപ്പ് വാച്ചുകൾ വരുന്നുണ്ട്. ഒന്ന് കോട്ട്സിൽ
കോട്സ് മൂവ്മെൻറ്റ്, അത് കൂടാതെ അതിൽ ടൈറ്റാനിയം കേസോട് കൂടി കനം കുറഞ്ഞ ഒരു മോഡലും അവൈലബിൾ ആണ്. പിന്നെ ഓട്ടോമാറ്റിക്കിൽ ഇതേപോലെ ഓപ്പൺ ഹാർട്ടും ഉണ്ട്, ഈ ഓപ്പൺ ഹാർട്ട് അല്ലാത്തതുമായ സംഭവമുണ്ട്. പിന്നെ ഒരു മോഡൽ എന്താണെന്ന് വെച്ചാൽ ഈ ബേസൽ 18 കാരറ്റ് ഗോൾഡിൽ വരുന്ന മോഡലുണ്ട്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന മൂവ്മെൻറ്റിൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്പൺ ഹാർട്ടിൽ C07.601 എന്ന് പറഞ്ഞ മൂവ്മെൻറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. ആ ഓപ്പൺ ഹാർട്ട് അല്ലാത്തതിൽ C07811 എന്ന് പറഞ്ഞ സിലീഷ്യം ബാലൻസ് സ്പ്രിംഗ് ഉള്ള മോഡലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതാണ് മൂവ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്. പിന്നെ കുറച്ച് തിക്നെസ് കൂടിയ ഒരു മോഡലാണ്, ഈവൻ ദോ അതിന് നല്ലൊരു അട്രാക്റ്റീവ് ലുക്കാണ്. ഇതിൽ ബ്ലൂ ഉണ്ട്, സിൽവർ ഉണ്ട്, ഷാമ്പയിൻ കളറുണ്ട്. ഇതിൽ നമ്മളിത് വാങ്ങാൻ പോയപ്പോൾ ബ്ലൂവും ഷാമ്പയിനും കളറുമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതിൻ്റെ ഉടമസ്ഥന് ബ്ലൂ ആണ് ഇഷ്ടമായത്, അതുകൊണ്ട് ബ്ലൂ കളർ നമ്മൾ സെലക്ട് ചെയ്തു. ബാക്കി കളറും മോശമാണെന്നല്ല, അതിലത്തെ ബ്ലാക്കും ഗ്രീനും എല്ലാം നല്ല അട്രാക്റ്റീവാണ്. ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഒരു ഡോംഡ് ഷേപ്പിലുള്ള ബ്രേസ്ലെറ്റ് ആണുള്ളത്. അത് ഈസി അഡ്ജസ്റ്റബിൾ ആണ്, നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനും കുറയ്ക്കാനും. 40 mm ആണ് ഇതിൻ്റെ സൈസ്, അത് ആ ഒരു സൈസിൽ മാത്രമേ വരുന്നുള്ളൂ. ഇതിന് ഞാൻ ഒരു 2-3 പേരും കൂടി കെട്ടിയിട്ടുള്ള കൈയിൻ്റെ ഒരു വീഡിയോ കാണിക്കാം. അപ്പോൾ അത് എത്രത്തോളം മാച്ചിങ് ഉണ്ട് പല കൈകൾക്കെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് കൈയിന് കുറച്ച് സൈസ് കുറഞ്ഞ ആൾക്കാർ കെട്ടിയാൽ ഇത് ഈ ലുക്കിലായിരിക്കും ഉണ്ടാവുക. കുറച്ച് കൈയിന് കുറച്ച് സൈസ് കൂടിയ ആൾക്കാർ കെട്ടിയാൽ ഇങ്ങനെ ഉണ്ടാവും. നമ്മളുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു പേഴ്സണലായി. അതായത് എക്കണോമിക്കൽ റേഞ്ചിൽ അല്ലെങ്കിൽ ഒരു എൻട്രി ലെവൽ ലക്ഷറി വാച്ച് ഏത് വാങ്ങാമെന്ന്. അതിന് ഒരു ഉത്തരം കൂടിയാണ് ഈ വാച്ച്. ഈ വാച്ചിൻ്റെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഇത് നമുക്ക് കാഷ്വലായിട്ടും അല്ലെങ്കിൽ ഫോമലായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു മോഡലാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ വരുന്ന മൂവ്മെൻറ്റും അത്യാവശ്യം ഒരു നല്ല മൂവ്മെൻറ്റാണ്. അതുകൂടാതെ ഇതിന് 8 hours പവർ റിസർവ് ഉണ്ട്. അതുകൂടാതെ ഇതിൻ്റെ സ്റ്റൈലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എവിടെയും മാച്ചായി പോകുന്നൊരു മോഡലാണ്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു പ്രൈസ് പറയുമ്പോൾ 50,000, 1 lakh, 1.5 lakh എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. അതിന് സ്വിസ് വാച്ചൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 75,000, 1.5 lakhs, 3 lakhs, 5 lakhs അങ്ങനെയാണ് ആ റേഞ്ച് പോവുക. അപ്പോൾ ഈ വാച്ച് 75,000-ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓട്ടോമാറ്റിക് വാച്ചാണ്. പിന്നെ ഒരു കാര്യം, വളരെ പൈസ കുറവിൽ ഒരിക്കലും നമുക്കൊരു ലക്ഷറി വാച്ച് കിട്ടില്ല. എന്നുവെച്ചാൽ ലക്ഷറി എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരു വിലയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വളരെ വില കുറവിൽ ഒരു ലക്ഷറി വാച്ച് കിട്ടില്ല. അങ്ങനെ കിട്ടിയാൽ അതൊരു ലക്ഷറി വാച്ചല്ല. സംഭവം ഇതൊരു എൻട്രി ലെവൽ ലക്ഷറി വാച്ചുകളാണെങ്കിലും ഈ വാച്ചിന് ഹയർ ലെവലിലുള്ള ലക്ഷറി വാച്ചുകളുമായിട്ടുള്ള ഡിസൈനുമായിട്ട് താരതമ്യപ്പെടുത്താവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, റോളക്സിൻ്റെ ഡേറ്റ്ജസ്റ്റിൻ്റെ നോൺ ഫ്ലൂട്ടഡ് മോഡൽ, ഒമേഗയുടെ ഗോൾഫുകാരുടെ പ്രിയപ്പെട്ട അക്വാട്ടറ എന്ന് പറഞ്ഞ മോഡൽ, ഇതെല്ലാം ഇതേ സ്റ്റൈലിലുള്ള വാച്ച് തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റൈല് മറ്റു വാച്ചുകളേക്കാളും ഒരു തരി പിന്നിലല്ല. അപ്പോൾ നിങ്ങൾ ഒരു എൻട്രി ലെവൽ ലക്ഷറി വാച്ച് വാങ്ങാൻ ആലോചിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഒരു സജഷൻ കൂടിയാണ് ഈ മോഡൽ. ടിസോയുടെ ഈ ജെന്റിൽമാൻ സീരീസിലെ ഓപ്പൺ ഹാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുകൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ കാണുക, കമൻ്റ് എഴുതുക, ചോദ്യങ്ങൾ ചോദിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.